നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ത്യാത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ നടന്ന കാൽകഴുകൽ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ ഭക്തി നിർഭരം. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കും. സമൂഹത്തെ പ്രകാശിതമാക്കാൻ ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അക്കിക്കാവിൽ ഹീമോഫീലിയ ദിനാചരണം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയത് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയ ശേഷം. അപകടം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക്. ചാവക്കാട് ദേശീയപാത 66ന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നിർമ്മാണത്തിലെ അപാകതയും കരാറുകാരുടെ അലംഭാവവുമാണ് അപകടക്കെണിയൊരുക്കുന്നത്. പുന്നയൂർക്കുളം പുന്നൂക്കാവിൽ വീട്ടുപടിക്കൽ കാർ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്ത വീട്ടുടമയെയും മകനെയും പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരെയും ആക്രമിച്ച സംഘത്തിലെ 3 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പെരുമ്പടപ്പ് ആമയൂർ സ്വദേശികൾ. കേസിൽ 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. പൊടിപടലങ്ങൾ ശ്വസിച്ചു കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. റോഡിന്റെ നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. സമൂഹത്തെ പ്രകാശിതമാക്കാൻ ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ ലോക ഹീമോഫീലിയ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. നാം തെളിക്കുന്ന വെളിച്ചം ഒരുപാട് പേരിലേക്ക് പടരുവാൻ സാധിക്കും. സമൂഹത്തെ പ്രകാശിതമാക്കാൻ നാം ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്നും ഗവർണർ പറഞ്ഞു. അകാലത്തിൽ പൊലിഞ്ഞ കണ്ണന്റെ ഓർമ്മയ്ക്കായി കുടുംബം വെറുമൊരു സ്മാരകമന്ദിരം പണിയുക മാത്രമല്ല ചെയ്തതെന്നും സമൂഹത്തിനു കൂടി ഫലപ്രദമാകുന്ന തരത്തിൽ ഇത്തരമൊരു ഹീമോഫീലിയ സൊസൈറ്റിക്ക് രൂപം നൽകിക്കൊണ്ട് സമൂഹത്തിനായി മാതൃക കാണിച്ചുവെന്നും ഗവർണർ രാജേന്ദ്രൻ വിശ്വനാഥ് ആർലേക്കർ കൂട്ടിച്ചേർത്തു. That particular lamp which was lit in their hearts has become the guiding force for the society. That is exactly what society wants, and society always remembers. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ പുരസ്കാരത്തിന് അർഹനായ പ്രൊഫസർ NN ഗോകുൽദാസിനെ 25,000 രൂപയും ഫലകവും നൽകി ഗവർണർ ആദരിച്ചു. ഹീമോഫീലിയ സാന്ത്വന പരിചരണം, മനുഷ്യാവകാശങ്ങൾ, ആദിവാസികൾക്കിടയിലെ പ്രവർത്തനം, എയ്ഡ്സ് അണുബാധിതരുടെ പ്രശ്നങ്ങൾ, ജനകീയ ശാസ്ത്ര പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കണക്കിലെടുത്താണ് ഗോകുൽദാസിനെ ആദരിച്ചത്. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ സ്ഥാപകൻ HFI അഖിലേന്ത്യാ ചെയർമാനായിരുന്ന E. രഘുനന്ദനെ ചടങ്ങിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ E. ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹീമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ, KP നമ്പൂതിരീസ് ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ K. ഭവദാസൻ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ PN ഉണ്ണിരാജൻ, ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള വിശുദ്ധവാരത്തിൽ ദേവാലയങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് പെസഹ. കുരിശുമരണത്തിന് മുമ്പ് ശിഷ്യർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ നടന്നു. പങ്കുവെപ്പിന്റെയും എളിമപ്പെടേണ്ടതിന്റെയും സന്ദേശമാണ് പെസഹ ആചരണത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ 50 നോമ്പാചരണത്തിലെ പ്രധാന തിരുകർമ്മങ്ങൾക്കാണ് വിശ്വാസി സമൂഹം സാക്ഷ്യം വഹിക്കുക. വ്യാഴാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ചുള്ള തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ അണിനിരക്കുന്ന കുരിശിന്റെ വഴിയുമുണ്ടാകും. ഭക്തിയും രുചി വൈവിധ്യവും ഒന്നിക്കുന്ന കടുമാങ്ങക്കൂട്ട് ദുഃഖവെള്ളി ദിനത്തിലേക്കായി ഒരുങ്ങുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ യാമപ്രാർത്ഥനകൾക്ക് ശേഷം
വിശ്വാസികൾക്ക് കടുമാങ്ങ നൽകും. വിശ്വാസികൾ വഴിപാടായി നൽകിയതുൾപ്പെടെ 4000 കിലോഗ്രാം പുളിമാങ്ങയാണ് ഈ വർഷം കടുമാങ്ങയ്ക്കായി ഉപയോഗിക്കുന്നത്. ആർത്താറ്റ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേക നേർച്ച വിഭവമാണ് കടുമാങ്ങ. മാങ്ങ 3ആയി മുറിച്ച് പുഴുങ്ങി വലിയ വട്ടച്ചെമ്പുകളിൽ ചേരുവകൾ ചേർത്ത് ഇളക്കി വയ്ക്കുന്നതിന് വിശ്വാസികളുടെയും പ്രാർത്ഥനകൾക്കെത്തുന്നവരുടെയും വലിയ പങ്കാളിത്തമാണുള്ളത്. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ രുചിക്കൂട്ടിലാണ് കടുമാങ്ങ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിച്ച മാങ്ങകൾ ബുധനാഴ്ച പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനത്തിലെയും മർത്തമറിയം സമാജത്തിലെയും MOMS സംഘടനയിലെയും പ്രതിനിധികൾ ചേർന്ന് അരിഞ്ഞ് വറ്റൽമുളക് ചേർത്ത് എണ്ണ പുരട്ടി വറുത്തുപൊടിച്ചത്, മല്ലി വറുത്തുപൊടിച്ചത്, ഉലുവ വറുത്തുപൊടിച്ചത്, കടുക്, വേപ്പില, വിനാഗിരി, ഉപ്പ് എന്നിവയാണ് കൂട്ടിനായി ഉപയോഗിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച രാത്രിയിലാണ് കൂട്ടെല്ലാം ചേർത്ത് പ്രത്യേക പാത്തിയിലിട്ട് ഇളക്കി വെക്കുക. വെള്ളിയാഴ്ച വീണ്ടും ഇളക്കി രുചിക്കൂട്ടുകളെല്ലാം പാകത്തിലാക്കിയാണ് വിതരണം. ദേവാലയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8:30-ക്ക് യാമ പ്രാർത്ഥനകൾ തുടങ്ങും. ഉപവാസത്തോടെ 100 കണക്കിന് വിശ്വാസികളാണ് ദേവാലയത്തിലെത്തുക. ഉച്ചതിരിഞ്ഞ് ഖബറടക്ക ശുശ്രൂഷയോടെ ചടങ്ങുകൾ അവസാനിക്കും. ഇതിനുശേഷം നൽകുന്ന കഞ്ഞിക്കൊപ്പമാണ് കടുമാങ്ങയുടെ വിതരണം. ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്കെത്താൻ കഴിയാത്തവർക്ക് കൊടുത്തയക്കാൻ പാക്കറ്റുകളിലും കടുമാങ്ങ തയ്യാറാക്കും. വിദേശങ്ങളിലുള്ളവർക്കും ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കൾക്കും ഇത് കൊടുത്തയക്കുന്നവരുമുണ്ട്. 4000 കിലോ കടുമാങ്ങയാണ് ഈ വർഷം കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാങ്ങ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ച് പ്രത്യേകമായ ചേരുവകൾ ചേർത്ത് ഈ ഇടവകയിലെ എല്ലാ ഇടവക്കാരും അതുപോലെ തന്നെ ഇടവകയിലെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾ, സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, അതുപോലെ തന്നെ മർത്തമറിയം വനിതാ സമാജം, മോംസ് തുടങ്ങിയ ആത്മീയ പ്രസ്ഥാന അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആണ് ഇത് തയ്യാറാക്കുന്നത്. ഈ വർഷത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കുവാനായിട്ട് എല്ലാവരെയും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. 50 നോമ്പാചരണത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥനകൾക്കെത്തുന്നവർക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും 9-ാം മണി നമസ്കാരത്തിന് ശേഷം ഊട്ടും ഉണ്ടാകാറുണ്ട്. ഒരുക്കങ്ങൾക്ക് വികാരി ഫാദർ VM സമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി CK ബിനു തുടങ്ങിയവർ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കടൽ മണൽ ഖനനത്തിനെതിരെ AITUC നേതൃത്വത്തിൽ ചാവക്കാട് ബീച്ചിൽ ബഹുജന ശൃംഖല സംഘടിപ്പിച്ചു. സമരം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സുരക്ഷയും ജനവികാരവും മാനിച്ച് കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് വത്സരാജ് ആവശ്യപ്പെട്ടു. MLA NK അക്ബർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പ്രതിജ്ഞാവാചകം ചൊല്ലി. ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി KC സതീശൻ, ET ടൈസൺ മാസ്റ്റർ, MLA, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, VR മനോജ്, KM ജയദേവൻ, ഗീതാ ഗോപി, AS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശികളായ കാവിൽ കിഴക്കേതിൽ 32 വയസ്സുള്ള സുജിത്ത്, കാവിൽ കിഴക്കേതിൽ 33 വയസ്സുള്ള അഖിൽകുമാർ, കുമാരൻതറയിൽ 33 വയസ്സുള്ള ടൈസൺ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഡ്രൈവർ ഷെറിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറിക്കിടയിൽ കാൽ കുടുങ്ങിക്കിടന്ന സുജിത്തിനെ പോലീസും ഫയർഫോഴ്സും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിത്തിന്റെ കാലുകൾക്ക് സാരമായി പരിക്കുണ്ട്. മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല. മങ്ങാട് അത്താണി മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം ആറ്റത്ര കോട്ടപ്പള്ളം വളവിലാണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്നും ചാലിശ്ശേരിയിലേക്ക് ഗാനമേള ടീമിന് സൗണ്ട് സിസ്റ്റവുമായി പോകുകയായിരുന്നു ലോറി. കോട്ടപ്പുറം വളവിൽ നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റും വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്ത് മറിയുകയായിരുന്നു. ആളൂർ സോഫിയ വിൻസെന്റിന്റെ വീട്ടുമതിലാണ് തകർന്നത്.
എരുമപ്പെട്ടി വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സും KSEB ജീവനക്കാരുമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി നടത്തിവന്നിരുന്ന കേരള വിഷൻ സമ്മാനോത്സവ് 2025 സമ്മാന പദ്ധതിയുടെ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ ഹോട്ടൽ പേൾ റിജൻസിയിൽ നടന്നു. ബമ്പർ സമ്മാനമായ EV കാർ M062318 എന്ന നമ്പറിലുള്ള കൂപ്പണിന് ലഭിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യരാണ് സൂപ്പർ ബമ്പർ സമ്മാനം നറുക്കെടുത്തത്. ജനുവരി മാസത്തെ ഒന്നാം സമ്മാനമായ EV സ്കൂട്ടർ 230498 എന്ന നമ്പറിലുള്ള കൂപ്പണിനും മാർച്ച് മാസത്തെ ഒന്നാം സമ്മാനമായി EV സ്കൂട്ടർ M712000 എന്ന നമ്പറിലുള്ള കൂപ്പണിനും ലഭിച്ചു. മാർച്ച് മാസത്തെ പ്രോത്സാഹന സമ്മാനം 327 895 എന്നീ 3 അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുള്ള കൂപ്പണുകൾക്ക് ലഭിക്കും. കൂടാതെ F25 5135, M42 8995, M01 4220, F16 55 36, 37 94 54 എന്നീ നമ്പറുകളിലുള്ള കൂപ്പണുകൾക്ക് AC-യും F50 34 42, F47 21 94, M71 17 73, 70 57 87, M09 36 74 എന്നീ നമ്പറിലുള്ള കൂപ്പണുകൾക്ക് വാഷിംഗ് മെഷീനും 23 37 68, F10 58 17, F21 85 87, F55 17 60, M19 22 54 എന്നീ നമ്പറിലുള്ള കൂപ്പണുകൾക്ക് LED TVയും ലഭിക്കും. നറുക്കെടുപ്പ് ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ഡയറക്ടർ KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായി. പുന്നയൂർകുളം പുന്നൂക്കാവിൽ വീട്ടുപടിക്കൽ കാർ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്ത വീട്ടുടമയെയും മകനെയും പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരെയും ആക്രമിച്ച സംഘത്തിലെ 3 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പടപ്പ് ആമയൂർ സ്വദേശികളായ പടിപ്പുരയ്ക്കൽ നൌഷാദ്, വെള്ളക്കട സുഗീഷ് എന്ന ചിഞ്ചു, മണ്ണായിക്കൽ യഹിയ എന്നിവരെയാണ് വടക്കേക്കാട് SHO K അനിൽകുമാർ, SI സാബു, ASI ബാസ്റ്റിൻ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സഞ്ചരിച്ച ആഡംബര ജീപ്പും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ 5 പേരെ കൂടി കിട്ടാനുണ്ട്. അറസ്റ്റിലായ നൌഷാദ്, സുഗീഷ് എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. യഹിയ ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചു. ഈ സംഘത്തിലെ ഒരാളെയും രക്ഷപ്പെടുത്താൻ സഹായിച്ച 4 പേരെയുമാണ് പിടികിട്ടാനുള്ളത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ കോറോത്തയിൽ പള്ളിക്ക് സമീപം ഷക്കീറിന്റെ വീട്ടുപടിക്കലാണ് സംഭവം. ഇവിടെ കാർ നിർത്തിയിട്ട് മാർഗതടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത ഷക്കീറിനെയും 16-കാരനായ മകനെയും സംഘം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞെത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെയും ആക്രമിച്ചു. പോലീസുകാരായ അർജുനന്റെ കയ്യിൽ കടിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തു. ഇതിനിടെ കാറിലെത്തിയ സംഘം അക്രമികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 5 പരാതികളിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസുകാരെ ആക്രമിച്ചതിനും പ്രതികളെ രക്ഷപ്പെടുത്തിയതിനും വീട്ടുടമയെ ആക്രമിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കടങ്ങോട് മില്ല് കുഴിപ്പത്ത് ഉന്നതിയിൽ വലിയപുരയ്ക്കൽ സനൽകുമാറാണ് മരിച്ചത്. 40 വയസ്സാണ്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം സ്കൂളിന് മുന്നിൽ വെച്ച് വൈകിട്ട് 5:30യോടെയാണ് സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സനലിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും വീഴുകയുമായിരുന്നു. തുടർന്ന് അവിടെയുണ്ടായിരുന്നവർ സനലിനെ അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. ഏപ്രിൽ 4-ന് ആരംഭിച്ച ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെയാണ് സമാപനമാകുക. ഉത്സവത്തിന്റെ 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ രാവിലെ 5:30 നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും വൈകിട്ട് ബ്രാഹ്മണിപ്പാട്ടിന് ശേഷം ശാസ്താവിന്റെ അകമ്പടിയോടെ ഭഗവതിയെ ക്ഷേത്രക്കുളത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കുകയും വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്തു. ഉത്സവത്തിന്റെ 8-ാം ദിവസത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. 14-ാം ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് അഷ്ടപതി, നാദസ്വരം, കേളി, കുഴൽപ്പറ്റ്, കളമെഴുത്തുപാട്ട് എന്നിവയ്ക്ക് ശേഷം രാത്രി 8 മണിക്ക് ഗ്രാമബലിയും 10 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പുമുണ്ടാകും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന 15-ാം ഉത്സവ ദിനത്തിൽ രാവിലെ 6 മണിക്ക് പള്ളി ഉണർത്തൽ, വിശേഷാൽ അഷ്ടപതി, ആറാട്ടുബലി എന്നിവയും ഉച്ചയ്ക്ക് 3 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിക്കും. വൈകിട്ട് 7-ന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന
പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ ഭഗവതിയെ ആറാട്ടുകടവിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും. നാവൂറുപാട്ടിന് ശേഷം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച ശേഷം 9:30 കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവത്തിൻ്റെ ഭാഗമായി വൈകിട്ട് 6:30 ആചാരത്തിൻ്റെ ഭാഗമായുള്ള വേലയും നടക്കും. ക്ഷേത്രമൈതാനിയിലെ വേദിയിൽ വിവിധ ദിവസങ്ങളിലായി തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, കരോക്കെ ഗാനമേള, കൈക്കൊട്ടിക്കളി, ഓട്ടൻതുള്ളൽ, തിരുവാതിര, ചാക്യാർകൂത്ത്, അംഗൻവാടി വിദ്യാർത്ഥികളുടെയും നാട്ടിലെ കുട്ടികളുടെയും കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറിയിരുന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി ദിവസവും ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. പെരുമ്പിലാവിൽ പാതയോരത്ത് പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട കണ്ടെയ്നർ ലോറി അപകട ഭീഷണിയാകുന്നു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി സാമഗ്രികൾ കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറിയാണ് കോഴിക്കോട് റോഡിലെ പെട്രോൾ പമ്പിന് സമീപം മാസങ്ങളോളമായി നിർത്തിയിട്ടിരിക്കുന്നത്. പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി വന്നുപോകുന്ന വാഹനങ്ങൾക്ക് ഇത് വലിയ കാഴ്ച മറയ്ക്കുന്നതായി വാഹനയാത്രക്കാരും പമ്പിലെ ജീവനക്കാരും പറഞ്ഞു. തിങ്കളാഴ്ച 1:30 കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന മിനി ലോറി കണ്ടെയ്നർ ലോറിയിലിടിച്ച് അപകടം നടന്നിരുന്നു. അപകടത്തിൽ മിനി ലോറിയിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സഭാതർക്കം നിലനിൽക്കുന്നതും പോലീസ് സംരക്ഷണത്തിലുള്ളതുമായ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ മറുവിഭാഗം അതിക്രമിച്ചു കയറിയതായി പരാതി. പൂട്ടിയിട്ട പള്ളിയുടെ പ്രധാന ഗേറ്റും സെമിത്തേരിയിലേക്കുള്ള മറ്റ് 4 ഗേറ്റുകളും തകർത്താണ് വിമത വിഭാഗം സെമിത്തേരിയിൽ പ്രവേശിച്ചത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടവക വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയും പള്ളി കമ്മിറ്റിയും ചാലിശ്ശേരി പോലീസ് SHOയ്ക്കും ഡിവൈഎസ്പി, SP, DGP, കളക്ടർ എന്നിവർക്ക് പരാതി നൽകി. പെസഹ വ്യാഴാഴ്ച പുലർച്ചെ ആരാധനയ്ക്ക് ശേഷം പൂട്ടിപ്പോയ ഗേറ്റുകളാണ് തിരിച്ചെത്തിയപ്പോൾ തകർത്ത നിലയിൽ കണ്ടതെന്ന് വികാരി ഫാദർ മാത്യു ജേക്കബ് പറഞ്ഞു. പോലീസ് സംരക്ഷണമുള്ള ദേവാലയത്തിൽ പട്ടാമ്പി തഹസിൽദാരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് അതിക്രമം നടന്നതെന്ന് ദൃക്സാക്ഷികളായ ഇടവകാംഗങ്ങളും പറഞ്ഞു. നിലവിൽ സെമിത്തേരി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മുൻസിഫ് കോടതിയിൽ സിവിൽ കേസും കേരള ഹൈക്കോടതിയുടെ നിരോധന ഉത്തരവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സബ് കളക്ടറുടെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നീ ദിവസങ്ങളിൽ വിമത വിഭാഗക്കാർക്ക് സെമിത്തേരിയിൽ പ്രവേശനാനുമതി നൽകണം എന്ന പുതിയ ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്ന് വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി പറഞ്ഞു. നീണ്ട 23 വർഷം സിവിൽ കോടതികളിൽ കൂടെ പരിഹരിക്കപ്പെട്ട വിഷയം ക്രമസമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകളെ ഭയപ്പെടുത്തുന്നതും വീണ്ടും പ്രശ്നം തീരാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിലും എന്നെ സംബന്ധിച്ചിടത്തോളവും ഇടവകയെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനയുണ്ട്. ഇത്തരത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ വന്ന് അതിക്രമിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് അവരുടെ പേരിൽ സത്വര നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ചാലിശ്ശേരി ബഹുമാനപ്പെട്ട SHO അതിൻ്റെ മുകളിലുള്ള അവർക്കൊക്കെ ഞങ്ങൾ പരാതിയുടെ കോപ്പി അയച്ചു കൊടുക്കുന്നുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുകൂടെ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. സഭാതർക്കം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ കല്ലറയിൽ പ്രാർത്ഥിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് മറുവിഭാഗം ലംഘിച്ചതായി യാക്കോബായ വിഭാഗം ആരോപിച്ചു. ഇതോടെയാണ് മാതൃദേവാലയത്തിന്റെ ഗേറ്റുകൾ തുറന്ന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കി. വലിയ നോമ്പിൽ 3 ദിവസം സെമിത്തേരിയിലെ കല്ലറകളിൽ പ്രവേശിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് ലംഘിച്ച് മറുവിഭാഗം പ്രധാന ഗേറ്റ് പൂട്ടിയെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ പരാതി. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് യാക്കോബായ വിശ്വാസികൾക്ക് വലിയ നോമ്പിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ 3 ദിവസം സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നൽകിയ ഉത്തരവ് തിരസ്കരിക്കപ്പെട്ടുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വ്യാഴാഴ്ച രാവിലെ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് വികാരിയെ ഏൽപ്പിക്കാനെത്തിയെങ്കിലും ഉത്തരവ് കൈപ്പറ്റാതെ തിരിച്ചു വിടുകയും പള്ളിയുടെ ഗേറ്റ് പൂട്ടി താക്കോലായി പോകുകയുമായിരുന്നുവെന്നും തുടർന്ന് പോലീസ് സബ് കളക്ടറുടെ 4 പേജ് ഉത്തരവ് പള്ളിയുടെ മതിലിൽ പതിച്ചുവെന്നും ഇവർ പറഞ്ഞു. പെസഹ കുർബാന കഴിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ചേർന്ന് മാതൃദേവാലയത്തിന്റെ പ്രധാന ഗേറ്റിനു മുന്നിൽ പ്രാർത്ഥന നടത്തി.
സ്ഥലത്തെത്തിയ റവന്യൂ പോലീസ് അധികാരികളോട് സെമിത്തേരി തുറന്നു തരാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും നിയമ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെന്നും തുടർന്നാണ് ഗേറ്റുകൾ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചതെന്നും യാക്കോബായ വിഭാഗം പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീംകോടതിയിൽ സെമിത്തേരികളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നു പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് ചാലിശ്ശേരിയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, മന്ത്രി MP രാജേഷ്, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, DYSP, തഹസീൽദാർ എന്നിവർക്ക് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. നമുക്കറിയാം, കേരള ഗവൺമെൻറ് ഒരു സെമിട്രി ആക്ട് അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയതനുസരിച്ച് എല്ലാവർക്കും വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ ചാലിശ്ശേരി സംബന്ധിച്ചിടത്തോളം ആ അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. പൂർവികരുടെ കല്ലറയിൽ പോകുവാനുള്ളതായ അനുവാദം സബ് കളക്ടർ തരികയും അത് മറുവിഭാഗം കൈപ്പറ്റിയിട്ട് അതിന് നിഷേധാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതായി കാണുകയും വിശ്വാസികൾ ഒന്നടങ്കം ആ കളക്ടറുടെ ഓർഡറിന് പ്രകാരം പരിശുദ്ധ ദേവാലയത്തിലെ സെമിട്രിയിൽ പോയി പ്രാർത്ഥന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അണ്ടത്തോട് നേർച്ചയുടെ ഭാഗമായി പ്രധാന ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കൊമ്പന്മാരുമായി നടത്തിയ റോഡ് ഷോ ശ്രദ്ധേയമായി. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അണ്ടത്തോട് ദർഗ ഷെരീഫ് ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തുടക്കമായത്. അബാജ ഫെസ്റ്റിന്റെയും ക്രസന്റ് തങ്ങൾപ്പടിയുടെയും കാഴ്ചകൾ 12 മണിയോടുകൂടി ആദ്യ ദിവസം ജാറം അങ്കണത്തിൽ എത്തി സമാപിച്ചു. രണ്ടാം ദിവസമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പരേതനായ ചാലിൽ സുലൈമാന്റെ വസതിയിൽ നിന്നും ആനപ്പുറത്ത് കൊണ്ടുവന്ന് ഉയർത്തുവാനുള്ള കൊടി മുഹമ്മദ് മുസ്ലിയാർ പട്ടിക്കാട് ജാറം അങ്കണത്തിൽ ഉയർത്തി. നേർച്ചാഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ് കൊടിയേറ്റ് ചടങ്ങ് നേതൃത്വം നൽകി. ചന്ദനക്കുടം നേർച്ചയിലെ പ്രധാന ആഘോഷ കമ്മിറ്റികൾ കൊണ്ടുവന്ന ആനകളുമായി നടത്തിയ റോഡ് ഷോ ദേശവാസികൾക്ക് വേറിട്ട അനുഭവമായി മാറി. പ്രധാന ആഘോഷ കമ്മിറ്റികളായ സ്കിൽ ഗ്രൂപ്പ് അണ്ടത്തോട് അക്രമേൽ മോഹനൻ എന്ന ആനയെയും ടീംസ് ഓഫ് അണ്ടത്തോട് അമ്പാടി ബാലൻ എന്ന ആനയെയും വെസ്റ്റേൺ കുമാരൻപടി പുതുപ്പള്ളി സുധ എന്ന ആനയെയും ടീംസ് ഓഫ് നാക്കോല പുതുപ്പള്ളി കേശവനെയും ആണ് കാഴ്ചകളിൽ അണിനിരത്തുന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു കൊമ്പന്മാരുമായി റോഡ് ഷോ നടത്തിയത്. പൊടിപടലങ്ങൾ ശ്വസിച്ച് കഴിയേണ്ട ഗതികേടിലാണ് വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. ഈ റോഡിന്റെ നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 2 വർഷം മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടയിൽ ആദ്യത്തെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിക്കുകയും ഇയാളെ സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പണി ഏറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ കുറച്ച് ഭാഗം ടാറിംഗ് നടത്തി. എന്നാൽ ചുങ്കം സെന്റർ മുതൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം ടാറിംഗ് നടത്താതെ മെറ്റൽ വിരിച്ചു കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വലിയ തോതിലാണ് പൊടിപടലങ്ങൾ ഉയരുന്നത്. റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് അലർജിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. പരന്നുകിടക്കുന്ന മെറ്റലിൽ തെന്നി ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ ടയറുകൾ കരിങ്കൽ ചീലടിച്ചു പൊളിയുന്നതും നിത്യസംഭവമാണ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും തൃശൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് വേലൂർ മുണ്ടൂർ റോഡ്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കും അമല മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ദേശീയപാത 66ന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നിർമ്മാണത്തിലെ അപാകതയും കരാറുകാരുടെ അലംഭാവവുമാണ് അപകടക്കെണി രൂക്ഷമാക്കുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. അപകടം സംഭവിക്കുന്നതും യാത്രികർക്ക് പരിക്കേൽക്കുന്നതും സ്ഥിര സംഭവമായി മാറി. കഴിഞ്ഞ ദിവസം മണത്തല പള്ളിക്ക് മുൻവശത്തായി കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റിപ്പോയിരുന്ന ലോറി മറിഞ്ഞ് അപകടമുണ്ടായി. ഒരാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് മരം കയറ്റിവന്ന മറ്റൊരു ലോറിയും മറിഞ്ഞിരുന്നു. ഇരുമ്പു പൈപ്പുകൾ കയറ്റിവന്ന ലോറി 100 മീറ്റർ അകലെ മറിഞ്ഞും അപകടം സംഭവിച്ചു. ദേശീയപാതയുടെ പണികൾ നടക്കുന്നതിനാൽ റോഡിൽ പല സ്ഥലങ്ങളിലും അപകട ഭീഷണിയുണ്ട്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ കാര്യക്ഷമമായി സ്ഥാപിക്കാത്തതും ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചയും അപകടത്തിന് കാരണമാകുന്നുണ്ട്.
രാത്രിയായാൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം അമിതമായി ലോഡ് കയറ്റി വരുന്ന ലോറികൾ പോലീസ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. കെ.പി. വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച മാർച്ചും ബഹുജന റാലിയും നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M കൃഷ്ണദാസ്, C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത്, AH അക്ബർ, ഷൈനി ഷാജി, TV സുരേന്ദ്രൻ, MR രാധാകൃഷ്ണൻ, ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചിന്മയ മിഷൻ ബാലവിഹാറിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനത്തിനായി ഏകദിന രാധാമാധവം ബാലവിഹാർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ കാരക്കാട് NSS കരയോഗം ഹാളിൽ നടന്ന യോഗം കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സൂരജ് അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ ബാലവിഹാർ സംസ്ഥാന കോർഡിനേറ്റർ ബ്രഹ്മചാരി സുധീഷ് ജി ക്ലാസിന് നേതൃത്വം നൽകി. ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ, M ഹേമ ടീച്ചർ, PKS മേനോൻ, M കുട്ടികൃഷ്ണൻ, രാധാവി മേനോൻ, M അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ഏപ്രിൽ 28 മുതൽ 30 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 വേലമഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടത്തും. മേൽശാന്തി നാരായണൻകുട്ടി കരുമത്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് ഏപ്രിൽ 29 വരെ കാലത്ത് 8 മണി മുതൽ 10 മണി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെ പ്രസാദകൂട്ടും, വൈകിട്ട് നിറമാലയും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ കലവറ നിറയ്ക്കലും സമർപ്പണവും നടക്കും. ഏപ്രിൽ 19 മുതൽ 27 വരെ നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡാൻസ് പ്രോഗ്രാം, 28-ന് രാത്രി 8 മണിക്ക് കൈലാസം പൂരാഘോഷ സമിതിയുടെ ചേമ്പാലക്കുളങ്ങര അമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം നൃത്താവിഷ്കാരവും ഉണ്ടായിരിക്കും. ഏപ്രിൽ 29-ന് വേല ദിവസം പുലർച്ചെ 4:45-ന് 7 ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, 6:45-ന് വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. തുടർന്ന് നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിരെഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ്, 4:30-ന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവ എത്തിച്ചേരൽ, 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം 5:30-ന് കുതിരെഴുന്നള്ളിപ്പ്, 6:20-ന് വേലകയറ്റം, 9 മണിക്ക് തായമ്പക എന്നിവയും ഉണ്ടാകും. 30-ാം തീയതി പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പ്, 11-ന് കുരുതി തർപ്പണം. തുടർന്ന് നട അടയ്ക്കുന്നതോടെ വേലമഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകും. ഭാരവാഹികളായ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, സുനിൽ പാറക്കാട്ട്, വിജയൻ പരത്തിവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പള്ളികളിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെസഹ വ്യാഴ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷയുടെ ഭാഗമായി വിശുദ്ധ കുർബാന നടന്നു. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി CK ബീനു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഹോളിക്രോസ് ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. അൾത്താര ശുശ്രൂഷക സംഘാംഗങ്ങൾ 12 പേരുടെ കാലുകൾ വൈദികൻ കഴുകി. തുടർന്ന് കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ സ്മരണയിൽ ആഘോഷമായ പാട്ടുകുർബാന ദേവാലയത്തിൽ അർപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ആശീർവാദം എന്നീ ശുശ്രൂഷകൾക്ക് ശേഷം വിവിധ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ആരാധന നടന്നു. രാത്രി 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു. വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന അപ്പം ആശീർവദിച്ച് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ മുറിച്ച് ഇടവക ജനങ്ങൾക്ക് നൽകി. അപ്പത്തിനോടൊപ്പം മാതൃവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പാലും വിതരണം ചെയ്തു. പെസഹ ദിനത്തിലെ പരിപാടികൾക്ക് കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പിള്ളി, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളുടെ ഭാഗമായി ദിവ്യബലി, കാൽകഴുകൽ കർമ്മം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് ആരാധന എന്നിവയുണ്ടായി.
തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചുണ്ടൽ, ഫാദർ ടൈസൺ വണ്ടുബാൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ഡീക്കൻ ഏക്ടൻ പെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡില്ലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹ ദിനം ആചരിച്ചു. രാവിലെ 6:30 തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. വൈകുന്നേരം പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷയും പുത്തൻപാന പാരായണവും ഉണ്ടായിരിക്കും. പ്രതിനിധി യോഗം സെക്രട്ടറി ജെറോമി ജോസ്, മേരി കാർമൽ, ജാസ്മി ജെയിംസ്, അകിൻസൺ ലാൻസൺ, ജെബിൻ ജാക്സി, ബവിൻ ബെന്നി, പ്രൈസ് ഷിജോ എന്നിവർ നേതൃത്വം നൽകി. ആറ്റത്തറ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആരാധന, പെസഹ ഊട്ട്, വൈകിട്ട് ആരാധനാ സംഗമം, ട്രസ്റ്റി വിനു പി സൈമൺ, മദർ സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും പ്രദക്ഷിണവും ഉണ്ടാകും. മരണത്തിന്റെ മുന്നോടിയായി പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ, കുരിശിന്റെ വഴി എന്നീ ചടങ്ങുകളും നടത്തും. വികാരി വർഗീസ് പാലത്തിങ്കൽ പരിപാടികൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നടന്ന പെസഹ ആചരണത്തിൽ രാവിലെ ദിവ്യബലി, കാൽ കഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് ആരാധന എന്നിവയുമുണ്ടായി. വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവകയിലെ കുടുംബ കൂട്ടായ്മ യൂണിറ്റുകൾ, ഭക്തസംഘടനകൾ, കൈക്കാരന്മാരായ ടോണി മാനത്തിൽ, CK സെബി, ND ജോൺസൺ തുടങ്ങിയവർ പെസഹ ആചരണത്തിന് നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പെസഹ വ്യാഴത്തിനോടനുബന്ധിച്ച് രാവിലെ 7-ന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലിയും സാൻതോം യൂത്ത് മിനിസ്ട്രിയിലെ അംഗങ്ങളായ 12 പേരുടെ കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. ഡീക്കൻ മെൽവിൻ ചൊവ്വല്ലൂർ സന്ദേശം നൽകി. ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായി. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ദേവാലയത്തിൽ ആരാധനയുമുണ്ടാകും. രാത്രി 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും നടക്കും. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകൾ, ഭക്തസംഘടനകൾ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് തുടങ്ങിയവർ പെസഹാചരണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. പള്ളി പ്രതിനിധി യോഗത്തിൽ നിന്നുള്ള 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വികാരി ഫാദർ ജോഷി ആളൂർ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തി. ഒരു ദിവസം മുഴുവൻ ദൈവസന്നിധിയിൽ ദിവ്യകാരുണ്യ ആരാധനയും പൊതു ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി, PRO P ബിജു ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ പെസഹ തിരുനാൾ ആചരിച്ചു. കുരിശുമരണത്തിനു മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കി കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. തിരുകർമ്മങ്ങൾക്ക് വെള്ളർക്കാട് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ PP ജോസ്, NJ ജെമി, NP സേവി, ലൈജോ ബോണിസ് എന്നിവർ നേതൃത്വം നൽകി. പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ചടങ്ങും നടന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയും അപ്പം മുറിച്ചും പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു. പെസഹ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പീസ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ SFO, തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി. ഇടവകയിലെ അൾത്താര ബാലന്മാരായ 12 പേരുടെ കാൽകഴുകൽ ശുശ്രൂഷ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പെസഹായുടെ ഭാഗമായി വൈകിട്ട് 7 മുതൽ 8 മണി വരെ പൊതു ആരാധനയും അതിനുശേഷം പെസഹ അപ്പം മുറിക്കൽ ചടങ്ങുമുണ്ടായി. ദുഃഖവെള്ളി രാവിലെ 7 മണിക്ക് തിരുകർമ്മങ്ങൾ ദേവാലയത്തിലും നഗരി കാണിക്കൽ വൈകിട്ട് ചാവക്കാട് നഗരത്തിലേക്ക് നടത്തും. തുടർന്ന് KCYM പാലയൂർ ഒരുക്കുന്ന പീഡാനുഭവ നാടകം അർത്തപ്പാൻ ഉണ്ടായിരിക്കും. പെസഹ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാക്കയിൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ PL ലോറൻസ്, തോമസ് കൊമ്പൻ, ബേബി ഫ്രാൻസിസ്, ഷോബി ഫ്രാൻസിസ്, പാലയൂർ മഹാസ്ലീഹ മീഡിയ സെൽ അംഗങ്ങളായ ജോഫി ജോയ്, ആൽബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം കാൽ കഴുകൽ ശുശ്രൂഷാ കർമ്മങ്ങൾ നടത്തി. ഫാദർ ഡെന്നീസ് മാറോക്കി കാർമ്മികനായി. കാലത്ത് 6:30 ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെ യേശു തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകി വിനയപൂർവ്വം ചുംബിച്ചതിന്റെ പ്രതീകമായി വൈദികൻ 12 പേരുടെ കാൽ കഴുകി ചുംബിച്ചു. ശുദ്ധിയുള്ളവരുടെ കാൽ കഴുകണമെന്ന യേശുവചനത്തിന് ഇപ്പോൾ പ്രസക്തിയേറെയാണെന്ന് വികാരി ഫാദർ
ഡെന്നീസ് മാറോക്കി പ്രസംഗത്തിലൂടെ പറഞ്ഞു. തിരുകർമ്മങ്ങൾക്ക് ശേഷം ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പൂക്കൾ വിതറി ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായി. തുടർന്ന് വിവിധ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും അപ്പം മുറിച്ചു പങ്കുവയ്ക്കൽ ചടങ്ങും നടത്തി. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6:30 പീഡാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 4 മണിക്ക് പീഡാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ച് വിലാപയാത്ര നടത്തും. ദുഃഖ ശനിയാഴ്ച കാലത്ത് 6:30 തിരുകർമ്മങ്ങൾ തുടക്കം കുറിക്കും. രാത്രി 11:30 യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഈസ്റ്ററിന്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും. വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഉണ്ടായി. ഉച്ചയ്ക്ക് 2:30 9 മണിയുടെ നമസ്കാരവും കാൽക്കഴുകൽ ശുശ്രൂഷയും ശേഷം പെസഹ ഊട്ടും നടത്തി. ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ പ്രിൻസായ് കോലാടി, ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ, ഫാദർ തോമസ് കുര്യൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ സ്കറിയ ചീരൻ, ഫാദർ അപ്രേം അന്തിക്കാട്, ഫാദർ CM ഫിലിപ്പോസ്, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, ഡീക്കൺ ആരോൺ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന കുംഭസാരത്തിലും വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികത്വത്തിലും സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സഹകാർമ്മികനായി വിശുദ്ധ കുർബാന ഉണ്ടായി. ഉച്ചയ്ക്ക് യാമപ്രാർത്ഥനയ്ക്ക് ശേഷം 2000-ഓളം പേർക്ക് പെസഹ ഊട്ട് നൽകി. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ K. ഷീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് പെസഹ ശുശ്രൂഷയും പിന്നീട് 10 മണിക്ക് വിശുദ്ധ കുർബാനയും നേർച്ചയും നടത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രാർത്ഥനയും പെസഹ ഊട്ടും നടന്നു. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി അരുൺ T. രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കാർമ്മികത്വം വഹിച്ചു. പെസഹ കുർബാന അർപ്പിച്ചു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുംഭസാരം നടത്തിയവർക്ക് കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന കുർബാന വികാരി വിശ്വാസികൾക്ക് നൽകി. ഉച്ചയ്ക്ക് 9 മണി നമസ്കാരത്തിനു ശേഷം യേശു കുരിശുമരണം വരിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും നടന്നു. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുമുണ്ടായി. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 8:30 ആരംഭിക്കും. പ്രഭാത പ്രാർത്ഥന, നമസ്കാരം, സ്ലീബാവന്ദനം, കബറടക്കം എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. പെസഹ ഊട്ടിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. തുടർച്ചയായി 12-ാം വർഷമാണ് കുനമുച്ചി പൗരസമിതി ഈസ്റ്ററിന് ഭക്ഷണ വിതരണം നടത്തുന്നത്. താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഉച്ചഭക്ഷണമായി ബിരിയാണി നൽകിയത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ CP ജാബിർ ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുനമുച്ചി ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറൂക്കി സന്ദേശം നൽകി. പൗരസമിതി സെക്രട്ടറി PC മാർട്ടിൻ, പൗരസമിതി അംഗം വിൻസെന്റ് ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. 150-ലധികം പേർക്കാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. ഓണം, ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. വടക്കേക്കാട് ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ICA നേതൃത്വത്തിൽ ഓഹരി ഉടമകളുടെ സംഗമം നടത്തി. വടക്കേക്കാട് മേഖലയിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമായ ICA സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായി 3000-ലധികം വരുന്ന സ്ഥാപന സഹകാരികളുടെ സംഗമം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നടത്തിയ സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാപക ജനറൽ സെക്രട്ടറിയും 2 പതിറ്റാണ്ടിലധികം ഇതേ സ്ഥാനം തുടരുകയും ചെയ്ത MM അബൂബക്കർ സാഹിബിനെ ആദരിച്ചു. തൊഴിയൂർ ICA കോളേജിൽ പുതുതായി നിർമ്മിക്കുന്ന പ്രാർത്ഥനാ മുറിയുടെ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മോട്ടിവേറ്റർമാരായ PMA ഗഫൂർ, അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, K നൌഷാദ് അലി, കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, തടാകം കുഞ്ഞുമോൻ ഹാജി, മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഷീദ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CA ജാഫർ സാദിഖ്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൽ മജീദ്,
മജീദ് കടവാന്തോട്, ഒ. അബ്ദുറഹ്മാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കി നാടിന് അഭിമാനമായ ഹുദ ബിൻത് മുസ്തഫയെ CPIM പട്ടിക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. 4 മിനിറ്റിൽ 92 ട്രാഫിക് സിഗ്നലുകൾ തിരിച്ചറിഞ്ഞ് പറയുന്നതിലൂടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ഹുദ ബിൻത് മുസ്തഫ അർഹയായത്. പ്രശസ്ത സിനിമാ താരം ഇർഷാദ് അലി ഹുദയ്ക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ CPIM പട്ടിക്കര ബ്രാഞ്ച് സെക്രട്ടറി NA ഇക്ബാൽ, ബ്രാഞ്ച് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. വേലൂർ പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന അരിയാടത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ നിഷാദ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. സുവിത ഭാര്യയും നവനീത, നവനീത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ത്യാത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ നടന്ന കാൽകഴുകൽ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ ഭക്തി നിർഭരം. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കും. സമൂഹത്തെ പ്രകാശിതമാക്കാൻ ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അക്കിക്കാവിൽ ഹീമോഫീലിയ ദിനാചരണം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ലോറിക്കടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയത് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയ ശേഷം. അപകടം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക്. ചാവക്കാട് ദേശീയപാത 66ന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നിർമ്മാണത്തിലെ അപാകതയും കരാറുകാരുടെ അലംഭാവവുമാണ് അപകടക്കെണിയൊരുക്കുന്നത്. പുന്നയൂർക്കുളം പുന്നൂക്കാവിൽ വീട്ടുപടിക്കൽ കാർ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്ത വീട്ടുടമയെയും മകനെയും പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരെയും ആക്രമിച്ച സംഘത്തിലെ 3 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പെരുമ്പടപ്പ്, ആമയൂർ സ്വദേശികൾ. കേസിൽ 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. പൊടിപടലങ്ങൾ ശ്വസിച്ചു കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. റോഡിന്റെ നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വെള്ളാറ്റഞ്ഞൂർ തണ്ടിലം പൊടിയേട വീട്ടിൽ സജീവന്റെ 7ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.